60 രൂപ ഡോളറിന് വിലയുള്ള സമയത്ത് നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. രൂപ വെന്റിലേറ്ററിലാണ്, ടെർമിനലി ഇല്ലാണ്. 60 രൂപയാണ് അന്ന് ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്ക്. 60 രൂപ ആകുന്ന സമയത്ത് വെന്റിലേറ്ററിനാണെങ്കിൽ ഇന്നിപ്പോൾ എവിടെയായിരിക്കും? ഇന്ന് ശ്മശാനത്തിലായിരിക്കില്ലേ? അങ്ങനെയാണല്ലോ രൂപ. അതല്ലേ മനസ്സിലാക്കേണ്ടത്. വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് പോയി, മോർച്ചറിയിൽ നിന്ന് രൂപ ശ്മശാനത്തിലേക്ക് പോയി. എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു കൂസലുമില്ല. അതായത് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഉളുപ്പെന്നുള്ള വാക്ക്. ഇപ്പോൾ ഏറ്റവും വലിയ മഹത്തായ ഒരു കവിത ഈ രൂപയുടെ ഇടിച്ചിലിനെ കുറിച്ച് ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. രൂപ ഡോളറിനെതിരെ അങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഫോളിങ്. ഏത് ഇന്ത്യയുടെ ധനമന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിച്ചാൽ 2 ബില്ലുകൾ പാശ്ചാത്യരോടുള്ള ദാസ്യ സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ലുകൾ, ഒരു ബില്ല് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഗ്രാമീണ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് 80% സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ മൊത്തം എടുത്താൽ 57, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും 80% മുകളിലാണ് ഗ്രാമീണ സ്ത്രീകളാണ്. എത്രത്തോളം ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിവെച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരമൊരു പദ്ധതിയാണ്. മാത്രവുമല്ല, കോവിഡ് കാലത്ത് മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവൻ നിലനിർത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല, ഇതൊരു അവകാശമായിട്ടും അവരുടെ അഭിമാനമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ അവകാശത്തെ ഒരു ഔദാര്യമാക്കി കണ്ട് ഈ ഒരു പദ്ധതിയെ കൊല ചെയ്യുന്നൊരു സമീപനമാണ് ഉണ്ടാക്കിയത്. UPA 1 ഉണ്ടാക്കിയ ഒരു നിയമനിർമ്മാണം ആണ് എന്നുള്ളത് കൊണ്ട് പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകളെയും ഗ്രാമീണരെയും ഇതുപോലെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇത്തരമൊരു ശിക്ഷയ്ക്ക് ഒരിക്കലും റാമിൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. സാർ, ഈ 2 ബില്ലുകളും ഈ എപ്സ്റ്റൈൻ ഫയലുമൊക്കെ ബന്ധപ്പെടുത്തി ചില സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ സംശയിക്കാമോ? അല്ല, ഇപ്പം അതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എപ്സ്റ്റൈൻ ഫയലുമായിട്ട് ഈ 2 ബില്ലുകളെ ഞാൻ കൂട്ടിയിണക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 74% ഈ വിദേശ മൂലധനം കൊണ്ടുവന്നു. 74% വിദേശ മൂലധനത്തിൻ്റെ 36% മാത്രമേ യഥാർത്ഥത്തിൽ മൂലധനം വന്നുള്ളൂ. 9 വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് രൂപയുടെ വില ഇടിഞ്ഞത്? മൂല്യം ഇടിഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് പലായനം ചെയ്തു. 2, FDI നമ്മുടെ രാജ്യത്തേക്ക് വരുന്നില്ല. 3, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവരുടെ സുഹൃത്തുക്കളെന്ന് പറയുന്ന വ്യവസായികൾ ഇന്ത്യയിലല്ല നിക്ഷേപിക്കുന്നത്. അവരുടെ നിക്ഷേപം മുഴുവൻ വിദേശത്താണ്. ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ രൂപ മൂക്കുകുത്തി താഴേക്ക് വീണത്. പക്ഷേ അതിന് പകരം ഇതുപോലുള്ള ഈ പറയുന്ന പാസ്റ്ററിങ് വർക്ക് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അവർ ധരിക്കുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആണവ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെ തൃപ്തിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എളുപ്പമാകുമെന്നുള്ള മിഥ്യാധാരണയിലാണ് ഈ സർക്കാർ തിരക്ക് പിടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഷുറൻസ്, ആണവ ബില്ലുകൾ പാസ്സാക്കി.